പാറമേക്കാവ് എന്തോ ഒന്ന് പുതുതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നു. പാറമേക്കാവ് തിരുവമ്പാടി അവതരിപ്പിക്കുന്ന അവരുടെ പരമ്പരാഗതമായ ആ പച്ച നിറത്തിലുള്ള കുട നല്ല വളരെ കുട തന്നെയാണ് അത്. ഇതാണ് ഇതിലെന്തോ പുതിയ വളരെ വ്യത്യസ്തമായ കുടയാണ്. ചെണ്ട കൊട്ടുന്ന, അതായത് വടക്കുന്നാഥൻ്റെ മുമ്പിൽ, പാറമേക്കാവിൻ്റെ മുമ്പിൽ, പാറമേക്കാവ് ദേവീക്ഷേത്രത്തിന് മുന്നിൽ ചെണ്ട കൊട്ടുന്ന ചെറിയ കുട്ടിയുടെ ചിത്രം ഉൾപ്പെടുന്നു. ആ ചിത്രത്തിൽ ചെണ്ട കൊട്ടുന്നുണ്ട് കുട്ടി. അതാണ് പുതിയ കാലത്ത്, ഈ ഡിജിറ്റൽ കാലത്ത് വലിയ പരീക്ഷണങ്ങളാണ് പാറമേക്കാവ് നടത്തുന്നത്. ഒരുപക്ഷെ പാറമേക്കാവ് ഭഗവതിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ കുട്ടി ചെണ്ട കൊട്ടുന്ന ദൃശ്യം കൂടി, അതായത് ദൃശ്യമെന്ന് വേണം പറയാൻ. അതായത് നമുക്കറിയാം ചെണ്ട കൊട്ടുന്നുണ്ട് ആ കുട്ടി. ആ ചെണ്ട കൊട്ടുന്നത് എങ്ങനെയാണ് ഇവരിതെല്ലാം സാധ്യമാക്കുന്നത് എന്നുള്ളതാണ് ആസ്വാദകരുടെ ചോദ്യം എന്നാണ് എനിക്കും അങ്ങനെ തന്നെ. കാരണം ഓരോ വർഷവും ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. ഇതെങ്ങനെയാണ് ഇവർ സാധ്യമാക്കുന്നത്, ഇത്തരം നിറങ്ങൾ, ഇത്തരം വിസ്മയം എങ്ങനെയാണ് ഇവർക്ക് ഒരുക്കാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് പാറമേക്കാവിൻ്റെ കുട എന്ന് വേണം പറയാൻ. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം. ആ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ കവാടത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടൊരു കുട്ടി ചെണ്ട കൊട്ടുന്ന ദൃശ്യം എത്ര ഭംഗിയായി അവരത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാറമേക്കാവ് പിന്നോട്ടില്ല, പാറമേക്കാവ് മുന്നോട്ട് തന്നെയാണ്. ഇനിയും എന്തെല്ലാമൊക്കെയോ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന പാറമേക്കാവാണ്. ഇടയ്ക്കൊന്ന് വർണ്ണക്കുടകളിലേക്കും മുത്തുകുടകളിലേക്കും പോയെങ്കിൽ പോലും ഈ കുട ഇനി എന്തായാലും കുറച്ചു നേരം, നേരത്തെ ശിവനെ തിരുവമ്പാടി ദീർഘനേരം നിർത്തിയതുപോലെ ഈ കുട കുറച്ചു നേരം എന്തായാലും പാറമേക്കാവ് നിർത്തും. അപ്പോഴേക്കും തിരുവമ്പാടി അവരുടെ പുതിയ വിസ്മയങ്ങളുമായി, പുതിയ അത്ഭുതങ്ങളുമായി തിരുവമ്പാടിയും വരും. തീർച്ചയായും വന്നു കഴിഞ്ഞു. അതിലും എന്തോ ഒന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തിരുവമ്പാടി നേരത്തെ ചെയ്തതുപോലെ ഈ ലൈറ്റുകൾ മുഴുവൻ ഓഫാക്കിയാൽ അത് കുറച്ചും കൂടി ഭംഗിയുള്ളതാകും. ഭദ്രകാളിയാണ് ഓഫാക്കി. തീർച്ചയായും ലൈറ്റ് ഓഫാക്കുന്നു. ആവേശം അതാണ് ഈ കുടമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ആവേശം. ഇത്തരം അത്ഭുതങ്ങൾ ഒളിപ്പിക്കുക, അത്ഭുത ചെപ്പ് തുറക്കുക, അത് ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക, അവരെ ആവേശഭരിതരാക്കുക. അങ്ങനെ ഓരോ പൂരവും നിങ്ങൾക്ക് സമ്മാനിക്കുന്ന കാഴ്ച മനോഹരമാകുന്നതും അനുഭവവേദ്യമാകുന്നതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതൊക്കെ ഇത്തരം കുടകൾ കൊണ്ടുകൂടിയാണ്. ഇതാണ് ആ കാഴ്ച. ഈ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ലോകം എന്നും ഓരോ പൂരത്തിനു വേണ്ടിയും, തൃശ്ശൂർ പൂരത്തിനു വേണ്ടിയും കാത്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ.